കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വയനാട് പുൽപ്പള്ളിയിൽ എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച മൃതദേഹവുമായി നാട്ടുകാർ പുൽപ്പള്ളി ടൗണിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പുൽപ്പള്ളിയിൽ വൻ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. പുൽപ്പള്ളിയിലെത്തിയ വനം വകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ അടിച്ചു തകർത്തു. ഈ വയനാട്ടിലെത്തിയ വനം വകുപ്പിന്റെ ജീപ്പിന്റെ ഷീറ്റ്, മുകളിലത്തെ ഷീറ്റ് നാട്ടുകാർ വലിച്ചു കീറി, ജീപ്പിന് റൂഫ് വലിച്ചു കീറി, ജീപ്പിന് റീത്തും വെച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിൽ വലിയ പ്രതിഷേധം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെയും ആന ഒരാളെ ചവിട്ടിക്കൊന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതുവരെ ആനയെ കാട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെടിവെച്ച് മയക്കുവെടി വെച്ച് ഇടാനോ സാധിച്ചില്ല. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇതിനിടെ മന്ത്രി അടക്കമുള്ളവർ വയനാട്ടിലേക്ക് എത്തുമെന്ന കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്ത പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ജിൻസ് തൊട്ടുംകര ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ജിൻസ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? നാട്ടുകാർ വലിയ തോതിൽ സംഘടിച്ചിട്ടുണ്ടോ അവിടെ? വയനാട് പുൽപ്പള്ളിയിൽ ജനരോഷം അണപൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വനം വകുപ്പ് വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ടു. ജീപ്പ് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വനംവകുപ്പിന്റെ സേവനം തങ്ങൾക്ക് ആവശ്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് കഴിഞ്ഞിട്ടില്ല, തങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, നോക്കൂത്തിയായി നിൽക്കുകയാണ് വനംവകുപ്പ്. പിന്നെ എന്തിനാണ് ഈ സമരത്തിനിടയ്ക്ക് വനംവകുപ്പ് വന്നത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പോലീസും ജനപ്രതിനിധികളും ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. പോലീസിന്റെ വാഹനത്തിന് നേരെ വലിയ രീതിയിലുള്ള ഒരു ശ്രമം, തകർക്കാനുള്ള ശ്രമമാണ് നിലവിൽ വനംവകുപ്പിന്റെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ കാറ്റഴിച്ചു പിടിക്കുകയും ഈ വാഹനത്തിന് മുകളിൽ കയറുകയൊക്കെ ചെയ്തിരുന്നു. പോലീസ് വാഹനത്തിന് സംരക്ഷണം നൽകുകയാണ്. ഓരോ നിമിഷവും സമരം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ ഈ പുൽപ്പള്ളിയിൽ CCFന്റെ നേതൃത്വത്തിലുള്ള സംഘവും ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് DMO അടക്കമുള്ളവർ ഈ ജനകീയ സമിതിയുമായി ചർച്ച ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ വെച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും, തീരുമാനമുണ്ടായതിനു ശേഷമായിരിക്കും എന്തായാലും നിലവിൽ ഈ മൃതദേഹം സംസ്കരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട്. അതുവരെ പ്രതിഷേധം തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. MLA-മാർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തണമെന്നായിരുന്നു ആവശ്യം. ഉടനെ തന്നെ ഈ CCF അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പോളിന്റെ ഭാര്യയും അതുപോലെ തന്നെ മകളും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. താൽക്കാലിക ജീവനക്കാരായിരുന്ന ഈ പോൾ ഈ വീടിന്റെ
ഏക ആശ്രയമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരവും വീട്ടിലെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഈ ജനകീയ സമിതി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബന്ധുക്കൾ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിൽ കാണുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ തന്നെ 3 മണിയോടുകൂടെ പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബ സുറിയാനി ഇടവക പള്ളിയിൽ സംസ്കരിക്കും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ അരങ്ങേറുന്നത്. വയനാട്ടിൽ പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധം നടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വനംവകുപ്പിന്റെ ജീപ്പ് പോലും ആക്രമിക്കത്തക്ക വിധത്തിൽ അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ് നാട്ടുകാർ എന്നുള്ളതാണ് ദൃശ്യങ്ങളിലേക്ക്. കൂട്ടക്കുരുതി നടത്തുമ്പോൾ കണ്ടിൽ നിന്ന് നടിക്കുന്നവരെ നിങ്ങൾക്കിനിയും മാപ്പില്ല. നിഷേധം നാട്ടിലിറങ്ങി വന്യമൃഗങ്ങൾ കൂട്ടക്കുരുതി നടത്തുമ്പോൾ. ഇതിനിടെയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വയനാട് പുൽപ്പള്ളിയിൽ എത്തിച്ചത്. അവിടെ മുതൽ തന്നെ പ്രതിഷേധങ്ങൾ കാര്യമായി തന്നെ ആരംഭിക്കുകയായിരുന്നു. കൂടുതൽ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം വന്യമൃഗശല്യം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. വനം വകുപ്പിന്റെ പലവിധ ഇടപെടലുകളിലുള്ള പ്രതിഷേധമാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. പ്രതിഷേധം, പ്രതിഷേധം, കർഷക മക്കളുടെ പ്രതിഷേധം, 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 കർഷക മക്കളുടെ പ്രതിഷേധം. നാട്ടിലിറങ്ങിയ വന്യമൃഗങ്ങൾ കൂട്ടക്കുരുതി നടത്തുമ്പോൾ കണ്ടിൽ നിന്ന് നടിക്കുന്നവരെ സിന്ദാബാദ്. ഏക വരുമാന മാർഗവുമാണ്. ഈ കുടുംബം അനാഥമായിരിക്കുന്നു. സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ്, ജീവിക്കാനുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം വളരെ ആനയെ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ആന, അജീഷിന്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആന വെടിവെക്കാൻ ഇതുവരെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത് പോളിന്റെ. ഈ വന്യമൃഗങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വയനാട് കിഴിച്ചിറയിൽ കടുവ ആക്രമണത്തിൽ ചത്ത പശുവുണ്ട്. വീടിന് സമീപം കെട്ടിയ പശുവിനാണ് കൊന്നത്. ഈ പശുവിനെയും വലിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇതിന്റെ ജഡവുമായാണ് പുൽപ്പള്ളിയിലേക്ക് എത്തിയത്. തുടർന്ന് ഫോറസ്റ്റ് ജീപ്പിന്റെ മുകളിൽ ഈ പശുവിന്റെ ജഡം നാട്ടുകാർ എടുത്തു വെച്ചു. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ ഈ അതിന്റെ മോൾ ഭാഗമൊക്കെ വലിച്ചു കീറുന്നത് കാണാം. പോലീസിന്റെയൊക്കെ സാന്നിധ്യമുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിഷേധത്തിന് അവരൊട്ടും കുറവുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ പ്രതിഷേധം. ഈ പശുവിന്റെ ജഡമടക്കം അവിടെ എത്തിച്ച് ഈ വനം വകുപ്പിന്റെ ജീപ്പിന് മുകളിൽ എത്തിച്ചാണ് നാട്ടുകാർ വല്ലാതെ പ്രതിഷേധിച്ചത് എന്നും ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വലിയ തോതിൽ പുൽപ്പള്ളിയിൽ ജനം ഇളകിയിരിക്കുകയാണ്. ജനം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. വനം വകുപ്പിനോടുള്ള അതിയായ രോക്ഷം അവർ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.
വയനാട്ടിലെ വിഷയത്തിൽ ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തു വരുന്നത് വന്യജീവി ശല്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം. റവന്യൂ, വനം, തദ്ദേശ വിഭാഗം എന്നിവരുടെ ഒക്കെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് വിളിച്ചു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ജനരോഷമാണ് അവിടെ വയനാട് പുൽപ്പള്ളിയിൽ ഉയരുന്നത്. സർക്കാരിന് ഇനി നോക്കി നിൽക്കാനാവില്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഉന്നതതല യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ്. റീത്ത് വെച്ചാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിൽ, ഒപ്പം പശുവിന്റെ ജഡവും നാട്ടുകാർ ഈ ജീപ്പിന് മുകളിൽ വെച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ പുൽപ്പള്ളിയിൽ കടുവയുടെ ആക്രമണത്തിൽ ചത്ത പശുവിന്റെ ജഡമാണ് നാട്ടുകാർ ഈ മുകളിൽ വെച്ചത്. ജനം ആകെ ഇളകിയിരിക്കുകയാണ്. വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. കർഷക കോൺഗ്രസിന് ഉപരോധം തിരുവമ്പാടിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം വനം വകുപ്പിന് കീഴിൽ വയനാട് ജില്ലയിലുള്ള മുഴുവൻ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് നിരവധി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന, അത് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ സംഭവിച്ചത്. വയനാട് കേണിച്ചിറയിലാണ് കടുവ ആക്രമണത്തിൽ ഒരു കാളക്കുട്ടി ചത്തത്. ഈ കാളക്കുട്ടിയുടെ ജഡവുമായാണ് പുൽപ്പള്ളിയിലേക്ക് നാട്ടുകാർ എത്തിയത്. വീടിന് സമീപത്ത് കെട്ടിയിട്ട കാളക്കുട്ടിയുടെ പകുതി ഭാഗം അത് ഈ കടുവ തിന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. അതിനുശേഷം ഈ ചത്ത കാളക്കുട്ടിയുടെ ജഡവുമായി പുൽപ്പള്ളിയിലേക്ക് നാട്ടുകാർ സംഘടിച്ചെത്തുകയായിരുന്നു. വനംവകുപ്പിന് ജീപ്പിന് മുകളിലടക്കം ഈ ജഡം വെച്ചുള്ള പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അത്രത്തോളം ജനരോഷം പുൽപ്പള്ളിയിൽ ഉയരുന്നുണ്ട്. കാളക്കുട്ടിയുടെ ജഡവുമായാണ് നാട്ടുകാർ എത്തി വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിലേക്ക് ഇത് കൊണ്ടുവച്ച് റീത്തടക്കം വെച്ച് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. അത് വലിയ തോതിൽ ഇപ്പോഴും നാട്ടുകാർ അവിടെ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്, പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലും നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജിൻസ് തുടരുന്നുണ്ട്. ജിൻസ് കേൾക്കാമോ? ഇപ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണല്ലേ? എന്തെങ്കിലും അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിൽ ഈ പോലീസിന്റെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് ഈ നാട്ടുകാരെ അനുനയിപ്പിക്കുന്നത്. ഈ പോളിന്റെ മൃതദേഹവുമായാണ് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഈ ജനകീയ പ്രതിഷേധം നടക്കുന്നത്. ഈ പോളിന്റെ കുടുംബത്തിന് നൽകുന്ന
സമാശ്വാസ ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ മൃതദേഹം ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പ്രതിഷേധിക്കുകയുണ്ടായത്. നൂറുകണക്കിന് ആളുകളാണ് ഈ ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ മുതലേ ഉയർന്നിരുന്നു. ഇന്ന് 9:45 ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ വയനാട്ടിലേക്ക് ഈ മൃതദേഹവുമായി എത്തിയത്. അതിനുശേഷം നേരെ പുൽപ്പള്ളിയിൽ എത്തുകയായിരുന്നു. ഇവിടെ സർവകക്ഷി യോഗത്തിന് ശേഷം തീരുമാനമുണ്ടായാൽ മാത്രമേ മറ്റുള്ള സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങൂ എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. MLA-മാരായ ടി സിദ്ദീഖ് അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ജനപ്രതിനിധികളും ഈ സ്ഥലത്തുണ്ട്. എന്തായാലും ഈ പോളിന് കുടുംബത്തിന് 50 ലക്ഷം രൂപ സഹായം നൽകണം എന്നുള്ള കാര്യമാണ് ഈ ജനക്കൂട്ടം ഉന്നയിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് 9:30 ഈ പോളിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. അതിനുശേഷം 7 മണിയോടെയായിരുന്നു ഈ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുത്തത്. രാവിലെ 9:45 ആംബുലൻസിൽ ഈ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചത്. എന്തായാലും നിലവിൽ ഈ മൃതദേഹവുമായാണ് ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. അതിനിടയിലായിരുന്നു ഈ വനം വകുപ്പിന്റെ വാഹനം ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അതിനുശേഷം ഈ വാഹനത്തോട് ഇവിടെ നിന്ന് മാറിപ്പോകാനുള്ള ഒരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചു. അതിനിടയിലാണ് ഈ വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉണ്ടായത്. വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു. പിന്നീട് വാഹനത്തിന് മുകളിൽ കയറുകയും ഈ ജീപ്പിന്റെ ടയർ കാറ്റ് അടക്കമുള്ള ഊരിവിടുകയും ചെയ്തു. വലിയ രീതിയിലുള്ള ഒരു ജനരോഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത്. ജീവനക്കാരെ അടക്കം കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലേക്കാണ് ജനങ്ങൾ ഇപ്പോൾ മാറുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസും ഈ വാഹനത്തിനെ കാവൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ജനങ്ങളെ അനുനയിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ CCF-ന്റെ നേതൃത്വത്തിലുള്ള സംഘവും ജില്ലാ കളക്ടറും ADM അടക്കമുള്ളവർ ഈ ജനകീയ സമിതിയുമായി ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള ധനസഹായം നൽകണം എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണം. ഈ കൊല്ലപ്പെട്ട പോൾ എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. ഭാര്യയും മകളും മാത്രമുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ മകളുടെ പഠനത്തിനടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഈ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അങ്ങേയറ്റം ജനങ്ങളുടെ രോക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ ഹർത്താൽ ഈ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. UDF-ഉം LDF-ഉം അതുപോലെ തന്നെ BJP-യും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ ഈ ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ്. ഹർത്താൽ പൂർണ്ണമാണ്. ഇപ്പോൾ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നില്ല. കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ആളുകളെല്ലാം തന്നെ ഈ സമരത്തിലേക്ക് എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കിടക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 4ാമത്തെ ആളാണ് ഈ വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. മൂടക്കൊല്ലിയിൽ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം തോൽപ്പെട്ടിയിൽ ലക്ഷ്മണനെയും അതുപോലെ തന്നെ പടമലയിൽ അജീഷിനെയും കാട്ടാന കൊലപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പോളിനെയും ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വയനാട്ടിൽ തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങളിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കേണിച്ചിറ ഭാഗത്ത് കടുവ ഇറങ്ങിയിരിക്കുന്നത്. ഈ കേണിച്ചിറ മുള്ളംകൊല്ലി അതിർത്തിയോട് ഉള്ള പ്രദേശത്തായിരുന്നു ഈ കടുവ ഇറങ്ങി ഈ വാഴയിൽ ഗ്രേറ്റിന്റെ കാളക്കുട്ടിയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ കാളക്കുട്ടിയുടെ ജഡമടക്കം എടുത്തുകൊണ്ട് ഈ പുൽപ്പള്ളിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നേരത്തെ നമ്മൾ കണ്ടത്. ആളുകളെല്ലാം തന്നെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാന്തമാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു. കാളക്കുട്ടിയുടെ മൃതദേഹം, അതിൻ്റെ ജഡം അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൊണ്ടുവന്ന ജീപ്പിന് മുകളിൽ വെച്ചു. അവിടെ ജീപ്പിന് റീത്ത് വെച്ചു. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് നാട്ടുകാർ. ഒരു കോംപ്രമൈസിന്, ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിന് തയ്യാറല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, കാരണം കഴിഞ്ഞ കുറേ ദിവസമായി അവരുടെ സ്വൈര്യ ജീവിതം അത് വല്ലാതെ ബാധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആന, കടുവ, പുലി എന്നല്ല പന്നി അടക്കമുള്ള എല്ലാ
കാട്ടുമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്നു. വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യം ഒരുങ്ങുന്നു. അവിടെ പ്രതിഷേധിക്കാതെ അവർക്ക് മറ്റു മാർഗമില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇടപെട്ട ഒരു ഉന്നതതല യോഗം ഈ വിഷയത്തിൽ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അണപൊട്ടിയുള്ള ജനരോക്ഷത്തിനാണ് ഇപ്പോൾ പുൽപ്പള്ളി സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിവരം. വൻ പ്രതിഷേധം വയനാട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുകയാണ് റോഡിൽ. വനവകുപ്പിൻ്റെ ജീപ്പിൻ്റെ മുകളിലത്തെ മൂടി വലിച്ചു കീറി. വനവകുപ്പിൻ്റെ ജീപ്പിൻ്റെ മുകളിൽ പശുക്കുട്ടിയുടെ ജഡം, ചത്ത പശുക്കുട്ടിയുടെ ജഡം കൊണ്ടുവച്ചു. അതിനുശേഷം റീത്ത് വെച്ചു. അങ്ങനെ ഓരോ തരത്തിലും വനം വകുപ്പിനെതിരെയുള്ള രോഷം നാട്ടുകാർ പ്രകടിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ജഡവുമായി നാട്ടുകാർ വയനാട് ടൗണിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. നേരത്തെ അല്പം മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നത്. വയനാട്ടിൽ ഇത്തരത്തിൽ പശുക്കുട്ടിയെ പുലി കടിച്ചു കൊന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് അല്പം മുമ്പാണ്. അത് വന്നത് ചത്ത കാളക്കുട്ടിയാണ്. അത് വയനാട് കേണിച്ചിറയിൽ വെച്ചായിരുന്നു. അതിൻ്റെ കടുവ ആക്രമണത്തിലാണ് ഈ കാളക്കുട്ടി ചാകുന്നത്. വാഴയിൽ ഗ്രേറ്ററിൻ്റെ കാളക്കുട്ടിയാണ് കടുവ കൊന്നത് എന്നുള്ളതാണ്. കാളക്കുട്ടി പിൻഭാഗം പാതി ഈ കടുവ ഭക്ഷിച്ചു. വീടിന് സമീപം കാളക്കുട്ടിയെ കെട്ടിയിരിക്കുകയായിരുന്നു. ചത്ത കാളക്കുട്ടിയുടെ ജഡവുമായാണ് നാട്ടുകാർ അങ്ങോട്ടേക്ക് എത്തുകയും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. ഒരു തരത്തിലും ഇവർക്ക് പ്രതിഷേധിക്കാതിരിക്കാനാവുന്നില്ല. പ്രതിഷേധം അത് വലിയ തോതിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. വയനാട്ടിൽ പ്രതിഷേധം തുടരുകയാണ്.